ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യവും നമുക്ക് സെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ബ്രാൻഡഡ് ഐറ്റംസ്, അതും നല്ല ഡിസ്കൗണ്ടോട് കൂടിയിട്ട്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ കളക്ഷൻസിലേക്ക് കടന്നാലോ. മീര ഫാബ് ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് ഓൾമോസ്റ്റ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റേറ്റാണ്. എക്സാക്ട് റേറ്റ് ഞാൻ പറയുന്നില്ല, കാരണം ഓൺലൈനാണ്, അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. സെയിലുള്ള സമയത്ത് പിന്നെ പറയണ്ട, ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ മീര ഫാബിൻ്റെ 3 പീസിൻ്റെ കളക്ഷൻ. അതിന് ടോപ്പ് വരുന്നത് അനാർക്കലി സ്റ്റൈലിലാണ് കേട്ടോ. അനാർക്കലി സ്റ്റൈലിൽ ഇതിൽ യോക്ക് വന്നിരിക്കുന്ന ഒരു അങ്ക്രക്ക സ്റ്റൈലിൽ ഇങ്ങനെ കെട്ടാനുള്ള നോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 2 ടെസൽസ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അങ്ക്രക്ക സ്റ്റൈല്. പിന്നെ ഇതിൻ്റെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡിൽ ചെറുതായിട്ടൊരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ആ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമുക്ക് ഈ ഒരു യോക്കിൻ്റെ പോർഷനിലും കാണാൻ പറ്റുക. പിന്നെ ഓവറോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ദാമൻ പോർഷനിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. വർക്ക് മീൻസ് അതിൻ്റെ പ്രിൻറ്റ് ഡിഫറെൻ്റ് ഒരു പ്രിൻ്റ് ആയിട്ട് കാണുന്നത് കേട്ടോ. അത്യാവശ്യം ഫ്ലയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഓവറാണോ എന്ന് ചോദിച്ചാൽ ഓവറല്ല, ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു ഇതാണ്. പിന്നെ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ കൂടെ പാൻറ്റ് പെയർ ചെയ്യാനായിട്ടുണ്ട്. പാൻറ്റ് വരുന്നത് സെയിം ഒരു നമ്മുടെ ദാമൻ്റെ ഒരു പ്രിൻറ്റ് ആ ഒരു ടൈപ്പാണ് കേട്ടോ വരുന്നത്. കംഫർട്ടാണ് മെറ്റീരിയൽ. പിന്നെ എലാസ്റ്റിക് ആണ് വരുന്നത് പാൻറ്റിൻ്റെ പോർഷൻ. പിന്നെ ഇതിൻ്റെ കൂടെ ദുപ്പട്ടയുണ്ട്. ദുപ്പട്ട ഞാൻ മിസ് ചെയ്ത് കളഞ്ഞു, അത് എടുത്തില്ല. അപ്പോൾ ദുപ്പട്ട വരുന്നത് മൽക്കോട്ടൻ്റെ ദുപ്പട്ടയാണ്. അതും നല്ല ലെങ്ത്തും നല്ല വിഡ്ത്തായിട്ട് വരുന്നൊരു കളക്ഷനാണ് മീര ഫാബ് ബ്രാൻഡിന്. പിന്നെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ മെറൂൺ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് കംഫർട്ട് കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിലേക്ക് പിക്ക് ചെയ്തത്. ഇതിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 4 ഷെയ്ഡ് ഉണ്ട്. ഇപ്പോൾ 4 ഷെയ്ഡിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് എവിടേക്ക് പോകണം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചെയ്ത് ആമസോണിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ പിന്നെ ഓപ്ഷണലായിട്ട് സജഷൻസ് ആയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് മീര ഫാബിൻ്റെ ലുക്ക്. ആമസോണിൻ്റെ സ്വന്തം ബ്രാൻഡായ ഈ ഒരു ഡ്രസ്സാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഇതൊരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഡെനിമാണ് മെറ്റീരിയൽ. ഡെനിം മെറ്റീരിയൽ നമ്മൾ കാണുമ്പോൾ കുറച്ചിങ്ങനെ ബ്ലാക്ക്, പിന്നെ ഒരു സ്കൈ ബ്ലൂ, നേവി ബ്ലൂ ആ ഷെയ്ഡൊക്കെയുള്ള. ഇത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു വെസ്റ്റേൺ കളക്ഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ടുള്ള ഒരു വെസ്റ്റേൺ ഫ്രോക്കാണ്, വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഡ്രസ്സാണ്. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനാണ്. ഈ ഒരു ഷോൾഡറിൻ്റെ പോർഷനിൽ ഇത് ഈ ഒരു സ്ലീവിൻ്റെ അവിടെ വരെ ഫുള്ളൊരു ചെറിയൊരു എംബ്രോയ്ഡറി ടൈപ്പായിട്ടൊരു ഫീലിംഗ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ സ്ലീവ് ഇങ്ങനെ കട്ടല്ല, ഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്ലീവാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് കടന്നു. പിന്നെ ഈ ഒരു കാണുന്ന ബട്ടൺ ഫുൾ ഓപ്പണബിൾ ആണ്, എല്ലാം ഫങ്ഷനബിൾ ആണ് കേട്ടോ. ആ ഐറ്റം വരെ കാണുന്നത് മൊത്തം നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഒരു ബെൽറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതും ഡെനിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പക്ക ഡെനിമിൻ്റെ ലൈറ്റ് വെയിറ്റ് ഡെനിമില്ലേ, ആ ഒരു ഡെനിം. ഇതിൽ 3 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരെണ്ണം നേവി ബ്ലൂ, പിന്നെ ഒരെണ്ണം ബേജ് ഷെയ്ഡ്, പിന്നെ ഒരെണ്ണം ഈ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇനി ഞാൻ സാധാരണ കുർത്തീസൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് മീഡിയം ലാർജ് സൈസാണ് ചൂസ് ചെയ്യാറ്. അത് നമ്മളിപ്പോൾ സൈസ് ചാർട്ട് നോക്കണം. ഏതൊരു ഡ്രസ്സ് എടുത്താലും നിങ്ങളൊന്ന് സൈസ് ചാർട്ട് ഉണ്ടെങ്കിൽ ആ സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ സൈസ് ചാർട്ട് നോക്കിയപ്പോൾ ഇതിൽ മീഡിയമാണ് കാണിക്കുന്നത്. ഞാൻ ലാർജാണ് സാധാരണ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയമാണ്. മീഡിയം വരുമ്പോഴാണ് ഈ ഒരു നമ്മുടെ ഫിറ്റിൽ കിട്ടുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മേടിച്ചാൽ മതി. ബാക്കി ആമസോൺ ബ്രാൻഡാണ്, അതുകൊണ്ട് തന്നെ അടിപൊളി ബ്രാൻഡായിരിക്കും. പിന്നെ 1 സൈഡ് ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓൺലി 1 സൈഡാണ് പോക്കറ്റ്. 2 സൈഡ് ഉണ്ടോയെന്ന് ഇല്ല. 2 സൈഡ് ഉണ്ട്. ഈ 2 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ 1 സൈഡ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 2 സൈഡ് പോക്കറ്റും വരുന്നുണ്ട്. പിന്നെ പോക്കറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതല്ല, കംഫർട്ടാണല്ലോ. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഇതിൽ കൂടുതലുള്ള സാൻഡൽ പറയുമ്പോൾ ഇതും ആമസോണിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇതിലും 4-5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ സാമ്യമായിട്ടുള്ള ഈ ഷെയ്ഡ് ഇഷ്ടമില്ല നിങ്ങൾക്ക്, ആ നേവി ബ്ലൂ ആണ് കറക്റ്റ് ഡെനിമിൻ്റെ വേണമെന്ന് വെച്ചാൽ അതും ഉണ്ട് അതിൽ കേട്ടോ. അപ്പോൾ റേറ്റ് ഒരു 800, 899 ആ റേഞ്ചിനാണ് മേടിച്ചത്. പക്ഷേ സെയിൽ നടന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് റേറ്റ് കുറവിന് കിട്ടും. ഇപ്പോൾ സെയിൽ ഗ്രേറ്റ് ഫ്രീഡം സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇൻഡോയിര ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ കളക്ഷനാണ്. കാണുമ്പോൾ പ്രീമിയം ആണ്. കാണുമ്പോൾ പ്രീമിയം ആയാലും റേറ്റ് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റേറ്റ് തന്നെയാണ്. ഒരു 800 രൂപയിൽ ഒതുങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 പീസ് കളക്ഷൻ മേടിച്ചത്. പിന്നെ ഇൻഡോയിര ബ്രാൻഡാണ്. അത്യാവശ്യം നമുക്കൊരു സെമി പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷൻ കൂടിയാണ്. ഇനി ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റാണ് ഇത് വരുന്നത്. ലൈനിങ് വരുന്നുണ്ട്, അതാണ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത്. പിന്നെ യോക്ക് പോർഷൻ നോക്കിയ നല്ലൊരു എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിങ് കാണുമ്പോൾ ഒരു വീനെക്ക് പോലെ ഫീൽ ചെയ്യും. പക്ഷേ വീനെക്കല്ല, ഇത് ഒരു വീനെക്ക് തന്നെ ചെറുതായിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഈ വലിയത് കാണുമ്പോൾ ഭയങ്കര
ഒരു ആർഭാടം പോലെ വീനൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, വീനൊക്കെ ചെറുതായിട്ട് ഉള്ളുവെങ്കിലും ഇതാണ് ഇതിൻ്റെ ഫുൾ ഓവറോൾ വർക്ക്, എംബ്രോയ്ഡറിയുടെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. 3/4 സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൽ പ്രത്യേകിച്ച് അങ്ങനെ വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ബൂട്ട വർക്ക്സ് ഉണ്ട് കേട്ടോ. തന്നെത്താൻ ഇത് പൊന്തിക്കുന്നവരാണ്. ഇതിൽ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ലൈനിങ് വരുന്നത് ഒരു കോട്ടൺ മിക്സ് ലൈനിങ് ആണ്. എന്നാൽ മെറ്റീരിയൽ വരുന്നത് സിൽക്ക് ബ്ലെൻഡ് മെറ്റീരിയലാണ് ടോപ്പും അതുപോലെ തന്നെ ബോട്ടമിൻ്റെ വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. ഇൻഡോന ബ്രാൻഡിൻ്റെ വൺ സൈഡ് എന്തായാലും പോക്കറ്റ് കൊടുത്തിരിക്കുക ഒരു കേട്ടോ. പിന്നെ കളറും നല്ല കളറല്ലേ, രാമ ഗ്രീൻ ഷെയ്ഡ്. എന്നാൽ ഈ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സ് കാണാൻ പറ്റും. എന്നാൽ പാറ്റേണും ഡിഫറെൻ്റ് ആണ്. പക്ഷേ എനിക്ക് അതിൽ നിന്നും എന്തോ വ്യത്യാസമായിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഈ ഒരു ദുപ്പട്ടയിൽ ഓർഗൻസ മെറ്റീരിയൽ വൺ സൈഡ് ആണ് കേട്ടോ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. സ്കാലപ്പിൽ വൺ സൈഡ്, പിന്നെ സ്കാലപ്പ് വെറുതെ കൊടുത്തിരിക്കും. പിന്നെ ഓവറോൾ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ ചെയ്യുന്ന സൈസ് അറിയാമല്ലോ, ലാർജ്. അതിനേക്കാളും കൂടുതൽ സൈസ് ഏതാ ഞാൻ ഉപയോഗിക്കണം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇൻഡോന ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് വേറെ ചെയ്തിരിക്കുന്നത്. പിന്നെ സെയിൽ നടക്കുന്നുണ്ട്, അത് മിസ് ചെയ്യണ്ട. ഗ്രേറ്റ് ഫ്രീഡം സെയിലാണ് നടക്കുന്നത് കേട്ടോ, മിസ് ചെയ്യണ്ട. കോട്ട് സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, 2 പീസ് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ. ഇനി എ-ലൈൻ സ്റ്റൈലിൽ ഇതിൻ്റെ ടോപ്പിനെ കുറിച്ച് പറയുന്നതിനേക്കാളും മുന്നേ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ നമ്മുടെ ആമസോണിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ചപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് മേടിച്ചു. കാരണം ഒന്നാമത്തെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 549 റുപ്പീസിന് എനിക്ക് ഇത് 2 പീസ് കളക്ഷൻസ് കിട്ടി. അതും തന്നെയല്ല, ഇതിൽ പ്യുവർ കോട്ടൺ, അതിൽ ജാംദാനി ഗോട്ട വർക്ക്, ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്ത്. പിന്നെ സൈസസും കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ചാൽ ലാർജാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന സൈസ്. അപ്പോൾ ലാർജ് സൈസ് ആക്ച്വലി അതിൽ ഇല്ല. അപ്പം ഞാൻ രണ്ട് കൽപ്പിച്ചിട്ട് മീഡിയം സൈസാണ് ഞാൻ മേടിച്ചത്. ആ മീഡിയം സൈസാണ് ഞാനിപ്പോൾ വെയർ ചെയ്തത്. അതും എനിക്ക് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയി. ഇനി ഞാൻ അതിലും ഇതിലും ഡിസ്ക്രിപ്ഷൻ വായിച്ചത് എൻ്റെ കയ്യിൽ കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ രണ്ടും ഫോട്ടോ തമ്മിൽ മാച്ച് ആവുന്നുണ്ട്. പക്ഷേ ഡിസ്ക്രിപ്ഷനും എനിക്ക് കിട്ടിയ തമ്മിൽ ഒന്നും ഒരു മാച്ചല്ല. പക്ഷേ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈ ആണെന്ന് പറഞ്ഞാൽ കംഫർട്ടബിൾ ആണ്. വെയർ ചെയ്യുമ്പോൾ ലുക്ക് വൈസും അടിപൊളിയാണ്. ഇനിയിപ്പോൾ ടോപ്പിനെ കുറിച്ച് പറയാം. ഇനി അതിൻ്റെ ആ ഒരു ഡിസ്ക്രിപ്ഷനും അതിൻ്റെ ഒരു ആമസോണിൽ കണ്ടതും എൻ്റെ കയ്യിൽ കിട്ടിയതും തമ്മിലുള്ള കമ്പാരിസൺ ഞാൻ പിന്നീട് പറയാം. ആദ്യം ഞാൻ ഇട്ടതിനെ കുറിച്ച് പറയട്ടെ. ഇത് റയോൺ മെറ്റീരിയലാണ്. റയോൺ മെറ്റീരിയൽ ഓവറോൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. എ-ലൈൻ സ്റ്റൈലിലാണ്. 3/4 സ്ലീവ്. 3/4 പറഞ്ഞാൽ ഒരു പൊടിക്ക് ഗ്യാപ്പ് ഉണ്ട്. ഫുൾ വേണമെങ്കിൽ ഫുൾ പറയാം, 3/4 വേണമെങ്കിൽ പറയാം. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൂസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 സ്ലീവ് കണ്ടോ. അപ്പോൾ ചെറിയൊരു ലൂസ് ഫിറ്റിലായിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റല്ല, ആക്ച്വലി പലാസോ. അത് പീച്ച് ഷെയ്ഡാണ്. പീച്ച് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. വേറെ ഒന്നും നോക്കിയില്ല, അടിപൊളി. പക്ഷെ എനിക്ക് ഇട്ടപ്പോൾ ഇപ്പോഴും എനിക്കിത് തിരിച്ചു കൊടുക്കാൻ തോന്നുന്നില്ല. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഡിസ്ക്രിപ്ഷനും ഫോട്ടോയിൽ എക്സാക്റ്റ് അതേപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അവർ പ്യുവർ കോട്ടൺ ജാംദാനി കോട്ട വർക്കാണ്. പക്ഷെ നമുക്ക് കിട്ടിയത് റയോൺ മെറ്റീരിയൽ ഫുൾ ഓവറോൾ പ്രിൻ്റാണ്. അപ്പോൾ കോസ്റ്റ് അവിടെ കുറഞ്ഞു. അതാണ് നമുക്ക് ഇത്രയും റേറ്റ് കുറവിന് കിട്ടിയത്. അപ്പോൾ സെയിം ലുക്കിൽ തന്നെ നമുക്ക് ഇത് റേറ്റ് കുറവില്ല. മറ്റേത് പ്യുവർ കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റൊക്കെ വരും. അപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, ഞാനൊന്നും പറയാനില്ല. ഞാൻ എന്തായാലും ഇത് തിരിച്ചു കൊടുക്കാൻ പോകണില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമായി. ആ ഒരു ഫിറ്റിംഗ് വൈസ് ആയാലും ലുക്ക് വൈസ് ആയാലും നമുക്ക് ഇടുമ്പോൾ നമുക്ക് ഭംഗി, നമുക്ക് കംഫർട്ടബിൾ, അതാണല്ലോ നമ്മൾ കയ്യിൽ വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചു. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, സാധാരണ ഞാൻ മേടിക്കണത് ലാർജാണ്. പക്ഷേ ഈ ഒരു ഇതിൽ ഞാൻ മേടിച്ചിരിക്കുന്നത് മീഡിയമാണ്. മീഡിയം ആയാലും ലൂസ് ഫിറ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ടുള്ളത്. എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാൻ ഇട്ടിരിക്കുന്ന ഗോസ്രിക്കി ബ്രാൻഡിൻ്റെ 2 പീസിൻ്റെ കോട്ട് സെറ്റോ കുർത്തി സെറ്റോ എന്ത് വേണമെങ്കിലും പറയാം. പണ്ടൊക്കെ ഗോസ്രിക്കി ബ്രാൻഡിൻ്റെയൊക്കെ മേടിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിച്ച സംഭവം കയ്യിൽ നമുക്ക് കിട്ടാറില്ല. സംഭവം പിക്ചറിലുള്ളത് അതൊക്കെ തന്നെയായിരിക്കും. പക്ഷേ മെറ്റീരിയൽ വൈസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. സൈസ് വൈസും ഈ പറഞ്ഞ പോലെ കണക്കൊക്കെ തന്നെ. പക്ഷേ ഇപ്പം അവർ മെച്ചപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കയ്യിൽ ഗോസ്രിക്കി ബ്രാൻഡിനൊക്കെ കിട്ടുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പ് ലെവൽ. എന്നാൽ കാശ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ഒരു രീതിയിൽ. അപ്പോൾ ഈ ഒരു കോട്ട് സെറ്റിൻ്റെ റേറ്റ് എത്രയാണെന്ന് അറിയോ? ജസ്റ്റ് 499 ഞാൻ മേടിച്ചത്. പിന്നെ ഓൺലൈൻ സൈറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇനി അധികം വാചകം അടിക്കാണ്ട് നമുക്ക് നമ്മുടെ കളക്ഷൻ നോക്കിയാലോ. ടോപ്പിനെ കുറിച്ച് പറയാം. ഇതൊരു എ-ലൈൻ സ്റ്റൈലിലുള്ള ഒരു ടോപ്പാണ്. നല്ല അടിപൊളി റെഡ് ഷെയ്ഡിൽ, ബ്ലഡ് റെഡ്, എന്ത് റെഡ്, ചില്ലി റെഡാ, എന്ത് വേണേലും പറയാം, റെഡാണ് കാണുമ്പോൾ. ഇനി ഇതിൽ കാണിക്കുന്നത് മൊത്തം ഈ ഒരു ഫ്രണ്ടിൽ കാണിക്കുന്ന ഒരു ബട്ടൺ ഫുൾ ഫങ്ഷനബിൾ അല്ല.
ഫ്രണ്ടിൽ ഈ ഒരു സംഭവം മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അത് ഓപ്പൺ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കിടക്കുക. ഇതിങ്ങനെ നമുക്ക് ഹുക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഫുൾ കാണുന്നത് അടി വരെ മൊത്തം ഫങ്ഷനബിൾ അല്ലാത്ത ബട്ടൺസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. എ ലൈൻ സ്റ്റൈലിലുള്ള ഒരു ടോപ്പാണ് വരുന്നത്. പിന്നെ സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ഇടുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കും. എന്ന് വെച്ചാൽ അത് അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് ഇതിൽ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാൻറ്റ് അല്ല, ആക്ച്വലി ഇതൊരു പലാസോ ആണ്. പലാസോം ഒരു ആങ്കർ ലെങ്ത് സ്റ്റൈലിലുള്ള ഒരു പലാസോ ആണ് വരുന്നത്. സെയിം മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയൽ ഏതാണെന്ന് അറിയണ്ടേ? റയോൺ മെറ്റീരിയലാണ് കേട്ടോ ഈ ഒരു 2 പീസിൻ്റെ കളക്ഷൻ പിന്നെ നല്ല അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു ഉണ്ട സാധനങ്ങളില്ല, അത് പ്രിൻറ്റഡ് ആണ് കേട്ടോ. ഇത് വാഷ് ചെയ്യുമ്പോൾ പോവുമെന്ന് ചോദിച്ചാൽ പോയാലിപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത്രയേ റേറ്റ് ഉള്ളൂ. വെറും 499 റേഞ്ചിലുള്ള ഒരു കളക്ഷനാണ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ, ഹൈലി റെക്കമെൻഡ് പീസ് ഇടാം. വേറെ ഒന്നും നോക്കണ്ട, അങ്ങോട്ട് മേടിച്ചോ കേട്ടോ. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് ഗോസ്രിക്കി ബ്രാൻഡ്.